ഹായ്, ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്ലവർ ഷേപ്പിലുള്ളൊരു സമൂസയാണ് കേട്ടോ. അതിനായിട്ട് ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് അതൊന്ന് മിക്സ് ചെയ്യുക. ശേഷം അതിലോട്ട് വെള്ളം ചേർത്ത് അതൊന്ന് നന്നായി കുഴച്ചെടുക്കുക. അതൊന്ന് നന്നായി കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ അത് പരത്തിയെടുക്കുന്നുള്ളൂ. അപ്പോഴേക്കും അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. പാനിൽ എണ്ണയൊഴിച്ച് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് പച്ചമുളകും ചേർക്കുക. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇവ ചേർത്ത് ഒന്നും കൂടെ വഴറ്റുക. ശേഷം നമ്മൾ വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും ചിക്കനും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റുക. പൊട്ടാറ്റോയിൽ ഞാൻ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മല്ലി ചപ്പും കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി അതെല്ലാം കൂടെ ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം മാറ്റി വെക്കുക. അപ്പോൾ മാവ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതെടുത്തൊന്ന് നമ്മൾ ഒന്ന് പരത്തിയെടുക്കുക. ആദ്യം നമുക്കൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുത്താൽ എളുപ്പമായി കിട്ടും. ഇനി അതൊന്ന് നന്നായി പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ എല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കുക. ഇനി അത് 4 ഭാഗവും ഒന്ന് മടക്കി കൊടുക്കുക. ഇനി അത് പുറം ഭാഗത്തേക്ക് മറിച്ചതിന് ശേഷം അവിടെ നമ്മൾ മസാല വെച്ച് കൊടുക്കുക. ഇനി അത് 4 ഭാഗവും ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും തിരിച്ചൊന്ന് മടക്കിയതിന് ശേഷം ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പൂ പോലെയുള്ള നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ സമൂസയും ഒരേ രുചിയാണ്. എന്നാലും നമുക്കൊരു വെറൈറ്റിയിൽ ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സമൂസയാണ്. കാണാനും നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഇനി അത് നമുക്കൊന്ന് പാനിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അത് രണ്ടും നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് നന്നായി ക്രിസ്പി ആയതിന് ശേഷം അത് നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ഇപ്പം നല്ല കാണാൻ ഭംഗിയുള്ള സമൂസ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.